പാതിവില തട്ടിപ്പിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കെ.എൻ. ആനന്ദകുമാറിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് ഹൈക്കോടതി. ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ പരാമർശം. ആരോഗ്യ പ്രശ്നമുയർത്തി ജാമ്യാപേക്ഷ നൽകേണ്ടതില്ലെന്നും കോടതി പറഞ്ഞു. പ്രതികൾ കോടതി മുറിയിൽ കുഴഞ്ഞു വീഴുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, ഇന്ന് കോടതിയിൽ നടന്ന പരാമർശം, അതുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ. പാതിവില തട്ടിപ്പ് കേസിൽ കെ.എൻ. ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയായിരുന്നു സിംഗിൾ ബെഞ്ച്. സർക്കാർ ജാമ്യാപേക്ഷ എതിർത്തു. കോടതി പറഞ്ഞൊരു കാര്യം, ഈ തട്ടിപ്പിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആനന്ദകുമാറിന് ഒഴിഞ്ഞു മാറാനാവില്ല. ഒപ്പം തന്നെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യാപേക്ഷ നൽകേണ്ടതില്ല, അങ്ങനെ ഒരു പരിഗണന കോടതി നൽകില്ല. ഇനി ഈ ജാമ്യാപേക്ഷയിലെ മറ്റു കാര്യങ്ങൾ, അതിൻ്റെ മെറിറ്റിലേക്ക് കടന്നു വേണമെങ്കിൽ കോടതി പരിശോധന നടത്താം എന്ന് പറഞ്ഞ് ഹർജി അടുത്ത വെള്ളിയാഴ്ച പരിഗണിക്കാൻ മാറ്റി. സർക്കാർ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റ് ചില പരാമർശങ്ങൾ കോടതി അതിൽ നടത്തിയത് വളരെ ഗൗരവമുള്ളതാണ്. കാരണം ആരോഗ്യ പ്രശ്നമാണ് ആനന്ദകുമാർ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ കോടതി പറഞ്ഞത്, ഈ ചില പ്രതികൾ കോടതിയിലെത്തുമ്പോൾ ആരോഗ്യ പ്രശ്നം പറയുന്നു, കുഴഞ്ഞു വീഴുന്നു, അങ്ങനെ ഒരു പ്രവണത വ്യാപകമായിട്ടുണ്ട്. അത് അംഗീകരിക്കാനാവില്ല. കോടതി വരെ വളരെ സ്മാർട്ടായിട്ട് നടന്നു വരുന്ന ആളുകൾ കോടതി മുറിയിലെത്തി കേസെടുക്കുമ്പോൾ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് കൂട്ടുനിൽക്കാൻ കോടതിക്ക് കഴിയില്ല. അങ്ങനെ വരുമ്പോൾ മജിസ്ട്രേറ്റുമാർ കോടതി മുറിയിൽ ഒരു പ്രതി കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ മജിസ്ട്രേറ്റുമാർ നിസ്സഹായരായി പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അവരെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതായി വരും. അതിന് ഒരു തരത്തിൽ ഉപയോഗിക്കുകയാണ് ചില ആളുകൾ. അതും പ്രബലരായ ചില ആളുകളാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതൊന്നും കോടതിക്ക് അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് കോടതി ജയിൽ DGPയോട് ചോദിച്ചൊരു കാര്യം, ഇങ്ങനെ കുഴഞ്ഞു വീഴുന്ന ആളുകൾക്ക് ജയിലിൽ ചികിത്സ കൊടുക്കാൻ എന്തെങ്കിലും സംവിധാനമുണ്ടോ എന്ന് ചോദിച്ചു. അതിലൊരു വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ജയിൽ DGPയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ജയിൽ DGP ഇതിൽ കക്ഷി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതി വളരെ ഗൗരവത്തിലാണ്. കാരണം ഈ കേസിൽ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി ആനന്ദകുമാർ കോടതിയിലേക്ക് വരേണ്ടതില്ല. കാരണം അയാൾക്ക് ആ തട്ടിപ്പിൽ നല്ല പങ്കുണ്ട് എന്ന് തന്നെയാണ് കോടതിയുടെ വിലയിരുത്തൽ. ഏതായാലും ജാമ്യാപേക്ഷയിൽ ഒരു അന്തിമ ഓർഡറിലേക്ക് കോടതി പോയിട്ടില്ല. ഇതെല്ലാം ചേർത്ത് വെള്ളിയാഴ്ച ഈ കേസ് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു തീരുമാനം പറയാം എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്.